ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സിൽ ചാപ്റ്റർ 9 ഈക്വൽ ഗ്രൂപ്പ്. അതിൽ പേജ് നമ്പർ 159 മുതലുള്ള ലാസ്റ്റ് പേജ് വരെയുള്ള ആക്ടിവിറ്റീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ഫസ്റ്റ് എന്താ തന്നിട്ടുള്ളത്? ലെറ്റ്സ് പ്ലേ, അല്ലേ, കളിക്കാനാണ്. റോൾ എ ഡൈസ് ആൻഡ് move a counter according to the number you get and the instructions on the boxes it falls on. അല്ലേ, നിങ്ങൾ ഡൈസ് എറിയുക, എന്നിട്ട് ഓരോ ബോക്സിലെയും കാൽക്കുലേഷൻസ് അനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള കൗണ്ടർ നിങ്ങൾ നീക്കുക. അങ്ങനെ സ്റ്റാർട്ടിൽ നിന്ന് വന്ന് ലാസ്റ്റ് ആരാണോ പെട്ടെന്ന് വീട്ടിലെത്തുന്നത് അവരാണ് ജയിക്കുക. അപ്പം നമുക്ക് ഓരോന്ന് നോക്കാം. 1-ലെത്തി, 2-ലെത്തി, പിന്നെ 3-ലേക്കാണ് വീഴുന്നതെങ്കിൽ എത്രയാണ്? 3 × 3, അല്ലേ? അപ്പോൾ 3 ആണെങ്കിൽ 9 ആണ്. പിന്നെ 9-ലേക്ക് നിങ്ങൾക്ക് നേരെ പോകാം. 3 × 3 9 ആണ്. ഇനി ഡൈസിൽ നിങ്ങൾക്ക് 1 to 6 വരെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി നിങ്ങൾ 6-ലാണ് ചെന്നെത്തിയതെങ്കിൽ 6-ൽ നിങ്ങൾ എന്ത് ചെയ്യണം? 6 ÷ 3 എത്രയാ? എത്ര 3 ആണ് 6? 2 3 ആണ്. അപ്പോൾ 6 ÷ 3 = 2. അപ്പോൾ 2-ലേക്ക് തന്നെ തിരിച്ചു പോകണം. ഇനി 8-ലാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ 8 ÷ 2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര 2 ആണ്? 8. അതായത് 8-ൻ്റെ ഹാഫ് 4 ആണ്. 10-ലെത്തിയാൽ 10 ÷ 2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 10-ൻ്റെ ഹാഫ് 5. ഇനി 12-ലെത്തിയാലോ? 12-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്രയാ? 3 ആണ്. അപ്പം 3-ലേക്ക് തന്നെ തിരിച്ചു പോവണം കേട്ടോ. വീണ്ടും നിങ്ങൾ ഡൈസ് ഒക്കെ എറിയുക, അതിനുശേഷം അതിലെ നമ്പർ അനുസരിച്ച് വീണ്ടും നീക്കി നിങ്ങൾ ആരാണോ ഏറ്റവും ഫസ്റ്റ് വീട്ടിലെത്തുന്നത് അവരാണ് വിജയിക്കുക. ഇനി 14-ലെത്തിയാൽ 14 ÷ 2 ആണ്. അപ്പോൾ ഏതൊരു നമ്പറിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം അതിൻ്റെ ആ നമ്പറിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ 14 ÷ 2 = 7. ഇനി 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ സംഖ്യയുടെ ആ നമ്പറിൻ്റെ ഡബിൾ ആയിരിക്കും കേട്ടോ. ഇനി 15-ലെത്തുകയാണെങ്കിൽ 15 × 2 ആണ്. അപ്പോൾ 15-ൻ്റെ ഡബിൾ എത്രയാ? 30. ഇനി 18-ലെത്തിയാൽ 18 ÷ 9 ആണ്. എത്ര 9 ആണ്? 18. 2 9 ആണ്, അല്ലേ? പിന്നെയോ? പിന്നെ 20-ലെത്തിയാൽ 20 × 2 ആണ്. അപ്പോൾ 20-യുടെ ഡബിൾ എത്രയാ? 40. ഇനി 22-ലെത്തിയാൽ 22 × 2 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 44. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് 44-ലേക്കും 20-ലെത്തിയാൽ ഒറ്റയടിക്ക് 40-ലേക്കൊക്കെ പോകാം. ഇനി 24-ലാണ് എത്തുന്നതെങ്കിൽ തിരിച്ച് 8-ലേക്ക് തന്നെ പോകണം. 24 ÷ 3 എത്രയാ? എത്ര 3 ആണ് 24 എന്ന് നോക്കിയാൽ മതി. 8 × 3 ആണ്, അല്ലേ? അപ്പോൾ 8-ലേക്ക് തിരിച്ചു പോകണം. 28-ലെത്തിയാലോ? 28-നെ ഡിവൈഡഡ് 7 എത്രയാ? എത്ര 7 ആ? 28. 4 × 7 ആണ്, അല്ലേ? പിന്നെ ഏത് നമ്പറാണ് തന്നിട്ടുള്ളത്? 30 തന്നിട്ടുണ്ട്. 30-ലെത്തിയാൽ 30 ÷ 5 ആണ്. എത്ര 5 ആണ് 30? 6 5 ആണ് 30. അപ്പോൾ 6-ലേക്ക് തിരിച്ചു പോകണം. പിന്നെ 35-ലെത്തിയാൽ 35 ÷ 7 ആണ്. അപ്പോൾ എത്ര 7 ആണ്? 35. 5 × 7 ആണ് 35. അപ്പോൾ 5-ലേക്ക് പോവുക. പിന്നെ 40-ലെത്തിയാലോ? 40 ÷ 10 ആണ്. എത്ര 10 ആണ് 40? 4 10 ആണ് 40. ഇനി 45-ലാണെങ്കിലോ? 45 ÷ 9 ആണ്. എത്ര 9 ആണ് 45? 5 × 9 ആണ്, അല്ലേ? ഇനി ലാസ്റ്റ് 49-ലെത്തിയാലും നമുക്ക് പണിയുണ്ട്. 49 ÷ 7 ആണ്. അപ്പോൾ എത്ര 7 ആണ് 49? 7 × 7 ആണ്, അല്ലേ? അപ്പോൾ നമ്മൾ നേരെ 7-ലേക്ക് തന്നെ പോവണം. അപ്പോൾ ഇതുപോലെ മക്കൾ കളിച്ചു നോക്കുക, എന്നിട്ട് ആരാണ് ഫസ്റ്റ് അടിക്കുന്നത് നോക്കുക കേട്ടോ. വെൽക്കം കമ്മിറ്റി. 84 parents came for the meeting of the welcome committee of the work experience camp. വർക്ക് എക്സ്പീരിയൻസ് ക്യാമ്പിൻ്റെ വെൽക്കം കമ്മിറ്റി മീറ്റിങ്ങിലേക്ക് 84 പാരൻസ് ആണ് വന്നിട്ടുള്ളത്. They sat in rows of chairs, 6 in each row. How many rows were there? അപ്പോൾ പാരൻസ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഓരോ റോയിലും 6 ചെയർ ആണുള്ളത്.
അപ്പോൾ 6 രക്ഷിതാക്കൾ 6 പാരൻസ് ആണ് ഓരോ റോയിലും ഇരിക്കുന്നത്. അപ്പോൾ എത്ര റോ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 84 പാരൻസ് ആണ് ടോട്ടൽ ഉള്ളത്. 1 റോയിൽ 6 ചെയർ ആണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ എത്ര റോ ഉണ്ട്? അതിന് നമുക്ക് 84നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? എത്രയാ? 14 ആണ് അല്ലേ? അത് നമുക്ക് എളുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ട് 84 ഈക്വൽ ടു 6 പിന്നെ ആളുകൾ ഒരു വരിയിലായതുകൊണ്ട് തന്നെ 60 + 24 എന്ന് നമുക്ക് 84നെ എഴുതാം. 10 × 6 ആണ് 60, 4 × 6 ആണ് 24. അപ്പോൾ 10ഉം 4ഉം 14 ആണ് അല്ലേ? 14 റോ ആണ് ഉണ്ടാവുക. സം മോർ പാരൻസ് ജോയിൻഡ് വെൻ ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ്. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് പാരൻസും കൂടെ വന്നു. Now there were 8 in each row, no new rows added. അപ്പോൾ പുതിയ റോ ഉണ്ടാക്കാതെ, പുതിയ വരികൾ ഉണ്ടാക്കാതെ ഉള്ള റോയിലേക്ക് 6 ആയിരുന്നല്ലോ ആദ്യം, അവരുടെയിലേക്ക് 8 ആക്കി. ഓരോ റോയിലും 8 ആളുകളായി. ഹൗ മെനി ഇൻ ഓൾ അറ്റൻഡഡ് ദ മീറ്റിംഗ്? അങ്ങനെയെങ്കിൽ ടോട്ടൽ എത്ര ആളുകൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു? ആദ്യം 6 പേര് വെച്ചിട്ട് നിന്ന സമയത്ത് 84 ആണല്ലേ ആളുകൾ ഉണ്ടായിരുന്നത്, പാരൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ 14 റോ ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഓരോ റോയിലും എത്ര പേരുണ്ട്? 8 ഉണ്ട്. അപ്പോൾ 14 × 8 ആണ് നമുക്ക് നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് 14നെ നമുക്ക് 10 + 4 എന്നാക്കാം. ആദ്യം 10നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 80. പിന്നെ 4നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32. അപ്പോൾ 80യും 32വും കൂടെ ആഡ് ചെയ്താൽ എത്രയാ? 112 ആണ് കേട്ടോ. അതായത് 14 × 8 ഈക്വൽ ടു 112. ഇനി നമ്പർ ഓഫ് റോസ് 14, നമ്പർ ഇൻ എ റോ 8 ആണ്. ഇപ്പോൾ ടോട്ടൽ നമ്പർ കാണാൻ 14 × 8 നോക്കിയാൽ മതി. 112 ആണ് കേട്ടോ. ഹൗ മെനി കെയിം വെൻ ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ്? മീറ്റിംഗ് തുടങ്ങിയപ്പോൾ വന്നത് എത്ര പേരാ? എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ആളുകളിൽ നിന്ന് ആദ്യമുണ്ടായിരുന്ന പാരൻസിനെ മൈനസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 112 - 84 ഈക്വൽ ടു 28 അല്ലേ? 28 ആണ് പിന്നീട് വന്നവർ. ഇനി ഡിവിഷൻ ഈസ് സോ ഈസി. ഡിവിഷൻ ഈസി ആണെന്ന് പറയുന്നുണ്ട്. എങ്ങനെ നോക്കാം? 8 / 4 എത്രയാ? 2 ആണ് അല്ലേ? 2 × 4 ആണ് 8. തിരിച്ച് പറഞ്ഞു നോക്കിയാൽ മതി. അപ്പോൾ 80 / 4 ഈക്വൽ ടു എത്ര വരും? 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2 ആണ്. അപ്പോൾ 80യുടെ 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 20. ഇനി 800നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2, 800ൻ്റെ 2 0 ഇട്ട് കൊടുത്തു. ഇനി 6 / 3 എത്രയാ? 2 ആണ്. 60 / 3 എത്രയാ? അപ്പോൾ 20. അങ്ങനെയെങ്കിൽ 600 / 3 ഈക്വൽ ടു 200 വരും അല്ലേ? നമുക്ക് വേറെ ഏതെഴുതാം? 9 / 3 ഈക്വൽ ടു 3 ആണ് അല്ലേ? 3 × 3 ആണ് 9. അങ്ങനെയെങ്കിൽ 90 / 3 എത്രയാ? സിമ്പിൾ അല്ലേ? 30 ആണ്. 900 / 3 എത്രയാ? 300 ആണ്. ഓക്കെ. ഇനി ലുക്ക് അറ്റ് ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ദ റിലേഷൻ. താഴെ തന്നിട്ടുള്ള ടേബിൾ നോക്കിയിട്ട് അതിൻ്റെ ആ സംഖ്യകൾ, ആ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. 8 × 1 ഈക്വൽ ടു 8 ആണ്. 8 / 1 ഈക്വൽ ടു 8. 8 / 8 ആണെങ്കിൽ 1 ആണ്. അതുപോലെ 5 × 1 ഈക്വൽ ടു 5. 5 / 1 ഈക്വൽ ടു 5. 5 / 5 ഈക്വൽ ടു 1. 6 × 1 ഈക്വൽ ടു 6. 6 / 1 ഈക്വൽ ടു 6. 6 / 6 ഈക്വൽ ടു 1. ഇനി നമുക്ക് 7ൻ്റെത് എഴുതാം. 7 × 1 ഈക്വൽ ടു 7. 7 / 1 ഈക്വൽ ടു 7. 7 / 7 ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും അതേ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. നേരെ മറിച്ച് ആ നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, സെയിം നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആൻസർ 1 ആയിരിക്കും കേട്ടോ. അത് ഏത് നമ്പർ എടുത്താലും. അപ്പം നമുക്ക് എഴുതാം
Multiplying a number by 1 or dividing it by 1 does not change the number. അപ്പോൾ ഒരു നമ്പറിനെ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലും ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും ആ നമ്പറിന് ചേഞ്ച് ഒന്നുമില്ല. ഡിവൈഡിങ് എ നമ്പർ ബൈ ദ സെയിം നമ്പർ ഗിവ്സ് ദ ആൻസർ 1. നമ്മൾ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. ഇനി നമുക്ക് താഴെ ഒരു പസിൽ കോർണർ ഉണ്ട്. അപ്പോൾ അതിലുള്ള ഫസ്റ്റ് ക്ലൂ എന്താണ്, അല്ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ നമ്പർ വാസ് മിസ്റ്റേക്കൺലി മൾട്ടിപ്ലൈഡ് ബൈ 2 ഇൻസ്റ്റെഡ് ഓഫ് ഡിവൈഡിങ് ബൈ 2 ആൻഡ് ദ ആൻസർ വാസ് 240. അപ്പോൾ ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആൻസർ എത്രയാണ് കിട്ടിയത്? 240. അപ്പോൾ എന്ത് ചെയ്യുക? വാട്ട് വുഡ് ഹാവ് ബീൻ ദ ആൻസർ ഇഫ് ദ നമ്പർ വാസ് ഡിവൈഡഡ് ബൈ 2? അല്ലേ, ആ നമ്പറിനെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ കിട്ടുന്ന ആൻസർ എന്താകുമായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മക്കൾ മനസ്സിലാക്കുക, ഏതൊരു നമ്പറിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ നമ്പറിൻ്റെ ഹാഫ് ആയിരിക്കും ആൻസർ. ഏതൊരു നമ്പറിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പറിൻ്റെ ഡബിൾ ആയിരിക്കും ആൻസർ. ഇവിടെ ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആ നമ്പർ എന്തായി? ഡബിൾ ആയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് നേരെ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ 240 ഡിവൈഡഡ് ബൈ 2 അല്ലേ, ഹാഫ് കാണാൻ എന്ത് ചെയ്യുക? 240 ഡിവൈഡഡ് 2 എത്രയാ? 120. അപ്പോൾ 120 ആയിരുന്നു നമ്പർ. അങ്ങനെയെങ്കിൽ 120യെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരമല്ലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്? അപ്പോൾ ശരിക്കും ഡിവൈഡ് ചെയ്യുകയായിരുന്നെങ്കിൽ എത്ര ആൻസർ കിട്ടും? 120 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു അതിൻ്റെ ഹാഫ് 60. Second question, a number was mistakenly divided by 2 instead of multiplying by 2 and the answer was 60. അല്ലേ, ഒരു നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആൻസർ എത്ര കിട്ടി? 60 കിട്ടി. What would have been the answer if the number was multiplied by 2? അപ്പോൾ ശരിക്കും നമ്മൾ ആ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ആൻസർ എന്താകുമായിരുന്നു? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതോ ഒരു നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം 2 കൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സംഖ്യയുടെ ഹാഫ് ആയി പോയിട്ടുണ്ടാവൂലേ ഇപ്പം കിട്ടിയ 60. അപ്പോൾ നമുക്ക് 60യുടെ ഡബിൾ നോക്കിയാൽ മതി നമ്പർ കാണാൻ വേണ്ടിയിട്ട്. 60 × 2 അല്ലേ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഡബിൾ കിട്ടുക. 60 × 2 എത്രയാ? 120 ആണ് ആ നമ്പർ. അപ്പോൾ 120യെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു ആൻസർ കിട്ടുക? 240. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഇൻസ്റ്റെഡ് ഓഫ് ഫൈൻഡിങ് ഹാഫ് ഓഫ് എ നമ്പർ മിസ്റ്റേക്കൺലി ഡബിൾഡ് ആൻഡ് ദ ആൻസർ വാസ് 100. ഒരു നമ്പറിൻ്റെ ഹാഫ് കാണുന്നതിന് പകരമായിട്ട് മിസ്റ്റേക്കായിട്ട് എന്ത് കണ്ടു? ഡബിൾ കണ്ടു. ആൻസർ 100 കിട്ടി. വാട്ട് വുഡ് ഹാവ് ബീൻ ദ ആൻസർ ഇഫ് ഹാഫ് ഓഫ് ദ നമ്പർ വാസ് കാൽക്കുലേറ്റഡ്? ഇനി നമുക്ക് ഹാഫാണ് കാണേണ്ടതെങ്കിൽ ആൻസർ എന്തായിരിക്കും? അപ്പോൾ ഒരു നമ്പറിൻ്റെ പകുതി ഹാഫ് കാണുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഡബിളാണ് കണ്ടത്. അപ്പോൾ ഏത് നമ്പറിൻ്റെ ഡബിളാണ് 100? 50യുടെ ഡബിളാണ് 100. അപ്പോൾ നമുക്ക് ഹാഫാണ് കാണുന്നതെങ്കിൽ എങ്ങനെയാണ് കാണുക? 50 ഡിവൈഡഡ് ബൈ 2 എത്രയാ? 50യുടെ ഹാഫ് 25. ഇനി ലാസ്റ്റ് പേജ് ക്വസ്റ്റ്യൻസ് നോക്കാം. സുഹറ ചാർജസ് 250 റുപ്പീസ് ഫോർ സെയിങ് എ ചുരിദാർ. സുഹറ ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട് 250 റുപ്പീസാണ് വാങ്ങുന്നത്, കൂലിയായിട്ട് വാങ്ങുന്നത്. ഇഫ് ഷീ ഗോട്ട് 1000 റുപ്പീസ്, അപ്പോൾ അവൾക്ക് എത്ര രൂപ കിട്ടി? 1000 റുപ്പീസ് കിട്ടി. ഹൗ മെനി ചുരിദാർസ് ഡിഡ് ഷീ സ്യൂ? അങ്ങനെയെങ്കിൽ സുഹറ എത്ര ചുരിദാർ തയ്ച്ചിട്ടുണ്ടാവും? അതുപോലെ ഹൗ മെനി ചുരിദാർസ് മസ്റ്റ് ഷീ സ്യൂ ടു ഗെറ്റ് 10,000 റുപ്പീസ്? 10,000 റുപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ട് സുഹറ എത്ര ചുരിദാർ തയ്ക്കണം നോക്കാം അല്ലേ. 1 ചുരിദാറിന് 250 റുപ്പീസാണ്.
അങ്ങനെയെങ്കിൽ ടു ഗെറ്റ് 1000 റുപ്പീസ് അല്ലേ, 1000 റുപ്പീസ് കിട്ടണമെങ്കിൽ 1000നെ 250 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര 250 ആണ് 1000? 4 ആണ് അല്ലേ. ഇനി ടു ഗെറ്റ് 10,000 റുപ്പീസ് ആണെങ്കിലോ 10,000നെ 250 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് 1000നെ 250 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4 ആണെങ്കിൽ 10,000ലേക്ക് ഒരു 0 അല്ലേ അധികമാകുന്നത്, അത് 4ൻ്റെ കൂടെ അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ 40 ചുരിദാർ തയ്ക്കണം അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സിയൂസ് ബോട്ട് 12 packets of pen each containing half a dozen. He divided them into packets of each, 4 each. How many packets are there? സിയൂസ് ഹാഫ് ഡസൻ വീതമുള്ള 12 പാക്കറ്റ് പെന്ന് വാങ്ങി. അപ്പോൾ ഹാഫ് ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 6 ആണ് അല്ലേ. ഇവ നമുക്ക് എന്ത് ചെയ്യണം? 4 വീതമുള്ള പാക്കറ്റിലാക്കണം. അപ്പോൾ എത്ര പാക്കറ്റിലാക്കാൻ പറ്റും? അതിന് നമ്മൾ ടോട്ടൽ എത്ര പേനയുണ്ടെന്ന് കാണണം അല്ലേ. ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 12 × 6 ചെയ്താൽ മതിയല്ലോ. 12 പാക്കറ്റ്സ് ആണുള്ളത്, ഓരോ പാക്കറ്റിലും 6 ആണ്. അപ്പോൾ 12 × 6നെ നമുക്ക് എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 10 × 6 + 2 × 6 അല്ലേ. 12നെ 10ഉം 2 ആക്കി മാറ്റി. 10 × 6 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 60, 2 × 6 12, 60യും 12ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 72 പെന്നാണ് ടോട്ടൽ ഉള്ളത്. ഇനി 72നെ നമുക്ക് എന്ത് ചെയ്യണം? 4 വീതമുള്ള പാക്കറ്റ്സ് ആക്കണം. അപ്പോൾ എത്ര പാക്കറ്റ് വേണം? 72നെ നമുക്ക് പെട്ടെന്ന് എത്ര 4 ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് 40 + 32 എന്നാക്കാം. 10 × 4 ആണ് 40, 8 × 4 32. അപ്പോൾ 10 + 8 18 പാക്കറ്റ്സിലാക്കാം അല്ലേ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, 48 notebooks were distributed among 5 children. അപ്പോൾ 5 കുട്ടികൾക്ക് അല്ലേ, 5 പേർക്ക് വേണ്ടിയിട്ട് 48 നോട്ട് ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. The first child got 3 books more than the others and all other go to the same number of notebooks. അപ്പോൾ ഒരാൾക്ക്, ആദ്യത്തെ കുട്ടിക്ക് മാത്രം 3 നോട്ട് ബുക്ക് കൂടുതൽ കിട്ടി. മറ്റുള്ളവർക്കൊക്കെ എന്താണ്? സെയിം നമ്പർ നോട്ട് ബുക്കാണ് കിട്ടിയത്. ഹൗ മെനി ബുക്സ് ഡിഡ് ദ ഫസ്റ്റ് ചൈൽഡ് ഗെറ്റ്? അങ്ങനെയെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് എത്ര നോട്ട് ബുക്ക് കിട്ടിയിട്ടുണ്ടാവും? അതിന് നമ്മൾ ആർക്കാണോ കൂടുതൽ, എത്രയാണോ ഉള്ളത് അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് സെയിം ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കുട്ടിക്ക് അല്ലേ 3 ആണ് കൂടുതലുള്ളത്. ആ 3 അങ്ങോട്ട് 48ൽ നിന്ന് ആദ്യം തന്നെ മൈനസ് ചെയ്താളാം. അപ്പോൾ എത്രയാ? 45 ആണ്. 45നെ എത്ര ആളുകൾക്കാണ് തുല്യമായിട്ട് വീതിക്കേണ്ടത്, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്? 5 അല്ലേ. അപ്പോൾ എത്ര 5 ആണ് 45? 9 ആണ്. അപ്പോൾ എല്ലാവർക്കും 5 പേർക്കും 9 വെച്ചിട്ട് കിട്ടി. 5 ചിൽഡ്രൻസിനും 9 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചൈൽഡിന് നമ്മൾ മാറ്റി വെച്ച 3 കൊടുക്കുക. അപ്പോൾ 9 + 3 12. ഇപ്പോൾ ഫസ്റ്റ് ചൈൽഡ് മാത്രം 12 ആണ്, ബാക്കിയുള്ളവർക്കൊക്കെ 9 വെച്ചിട്ട് കിട്ടും. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, മിൻഹ ഗോട്ട് 3,500 റുപ്പീസ് ബൈ സെല്ലിംഗ് പെൻസിൽസ്. മിൻഹ പെൻസിൽ വിറ്റ വകയിൽ മിൻഹയ്ക്ക് 3,500 റുപ്പീസ് കിട്ടി. ഇറ്റ് വാസ് ഓൾ ഇൻ 100 റുപ്പീ നോട്ട്സ്. അപ്പോൾ എല്ലാം 100 രൂപയുടെ നോട്ടുകളാണ്. ഹൗ മെനി 100 റുപ്പീ നോട്ട്സ്? എത്ര 100 റുപ്പീ നോട്ട്സ് ഉണ്ടാവും? ഇഫ് ഓൾ വേർ ഇൻ 500 റുപ്പീ നോട്ട്സ്, ഹൗ മെനി 500 റുപ്പീ നോട്ട്സ് വുഡ് ഹാവ് ബീൻ ദർ? ഇനി 500 റുപ്പീൻ്റെ നോട്ടായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ എത്ര നോട്ട്സ് ഉണ്ടാവുമായിരുന്നു? നോക്കാം അല്ലേ. എത്ര 100 റുപ്പീ നോട്ട്സ് ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് 3,500 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. എത്ര 100 ആണ്? 35 അല്ലേ. രണ്ടിലെയും 0 അങ്ങ് പോക്കിയാൽ മതി. ബാക്കി എത്രയാ? 35 ഡിവൈഡഡ് ബൈ 1 ചെയ്താൽ 35 തന്നെയാണ്. ഇനി നമുക്ക് 500 റുപ്പീ നോട്ട്സ് എത്ര ഉണ്ട് നോക്കാൻ. 3,500നെ 500 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 0 0 നമുക്ക് കളയാം. ബാക്കി 35 ഡിവൈഡഡ് ബൈ 5 അല്ലേ. അപ്പോൾ എത്ര 5 ആണ് 35? 7 × 5 ആണ് അല്ലേ. അപ്പോൾ 7 500 നോട്ട്സ് ആണ് 3,500. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ പ്രൈസ് ഓഫ് എ പെൻ ഈസ് ഡബിൾ ദ പ്രൈസ് ഓഫ് എ പെൻസിൽ ആൻഡ് ദ പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് ഈസ് ഡബിൾ ദ പ്രൈസ് ഓഫ് എ പെൻ. അപ്പോൾ ഒരു പെൻസിലിൻ്റെ
ഡബിളാണ് പേനയ്ക്ക്, പേനയുടെ ഡബിളാണ് നോട്ട് ബുക്കിന്. അങ്ങനെയെങ്കിൽ ദ പ്രൈസ് ഓഫ് 6 നോട്ട്ബുക്സ് ഈസ് 70 റുപ്പീസ് അല്ലേ. നോട്ട് 6 നോട്ട് ബുക്കിന് 70 റുപ്പീസ് ആണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻസിൽ? അങ്ങനെയെങ്കിൽ പെൻസിലിൻ്റെ വില എത്രയാണ്? അപ്പോൾ 6 നോട്ട് ബുക്കിൻ്റെ വിലയാണ് ഇവിടെ തന്നിട്ടുള്ളത്, പ്രൈസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 1 നോട്ട് ബുക്കിൻ്റെ പ്രൈസ് കാണണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഹാഫ് നോക്കി പോയാൽ പെൻസിലിൻ്റെ പ്രൈസ് കിട്ടുമല്ലോ. അപ്പോൾ 6 നോട്ട് ബുക്കിൻ്റെ പ്രൈസിന് 72നെ നമുക്ക് 60 + 12 എന്നാക്കാം അല്ലേ. എത്ര 6 ഉണ്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ 10 × 6 ആണ് 60, 2 × 6 ആണ് 12. അപ്പോൾ 10 + 2 12, 6 ആണ് 72. അതായത് 76 / 6 = 12 ആണ്. അപ്പോൾ നമുക്ക് 1 നോട്ട് ബുക്കിൻ്റെ പ്രൈസ് കിട്ടിയല്ലോ, 12 ആണ്. അപ്പോൾ പെന്നിൻ്റെ പ്രൈസ് എത്രയാണ്? 12ൻ്റെ ഹാഫ് അല്ലേ. അപ്പോൾ 6 ആണ്. പെൻസിലിൻ്റെ പ്രൈസ് പെന്നിൻ്റെയും ഹാഫാണ്, അപ്പോൾ 3. അപ്പോൾ നേരെ തിരിച്ച് നോക്കുമ്പോൾ പെൻസിലിൻ്റെ ഡബിളാണ് പെന്നിന്, 3യുടെ ഡബിളാണ് 6, പെന്നിൻ്റെ ഡബിളാണ് നോട്ട് ബുക്കിന്. അപ്പോൾ പെന്ന് 6 ആണ്, അതിൻ്റെ ഡബിൾ 12 ആണ് നോട്ട് ബുക്കിന്. 6 നോട്ട് ബുക്കിന് 72 ആണ്. 6th question. Medha and Mitra made the same number of dolls. മേധയും മിത്രയും ഒരേ നമ്പർ ഡോൾസ് ഉണ്ടാക്കി. 50 added to half the other of dolls Medha made gives the number of dolls Mitra made. How many dolls did Mitra make? മേധ ഉണ്ടാക്കിയ ഡോൾസിൻ്റെ നമ്പറിൻ്റെ പകുതിയോട്, ഹാഫിനോട് 50 കൂട്ടിയാൽ മിത്ര ഉണ്ടാക്കിയ ഡോൾസിൻ്റെ നമ്പർ കിട്ടും. അപ്പോൾ മിത്ര എത്ര ഡോൾസാണ് ഉണ്ടാക്കിയത്? ഡോൾസ് മെയ്ഡ് ബൈ മേധ ഈക്വൽ ആണ് ഡോൾസ് മെയ്ഡ് ബൈ മിത്ര. മിത്ര ഉണ്ടാക്കിയ പാവകൾക്ക് അല്ലേ, ഡോൾസിന് ഈക്വൽ ആണ് മേധ ഉണ്ടാക്കിയ ഡോൾസും. ഹാഫ് ഓഫ് ദ നമ്പർ ഓഫ് ഡോൾസ് മെയ്ഡ് ബൈ മേധ പ്ലസ് 50 ആണ്. 50ക്ക് ഈക്വൽ ആണ് നമ്പർ ഓഫ് ഡോൾസ് മെയ്ഡ് ബൈ മിത്ര. അപ്പോൾ മേധ ഉണ്ടാക്കിയ പാവയുടെ ഡോൾസിൻ്റെ നമ്പറിൻ്റെ ഹാഫിനോട് 50 ആഡ് ചെയ്താലാണ് മിത്ര ഉണ്ടാക്കിയ ഡോൾസിൻ്റെ നമ്പർ കിട്ടുക. അപ്പോൾ ഹാഫ് 50 ആയതുകൊണ്ട് തന്നെ ടോട്ടൽ എത്രയായിരിക്കും? 100 ആയിരിക്കും അല്ലേ. 50 + 50 ആയിരിക്കും. അപ്പോൾ 100 മേധയും 100 മിത്രയും ആണെങ്കിൽ നോക്കിക്കേ, മേധയുടെ ഡോൾസിൻ്റെ ഹാഫ് എത്രയാണ്? 50 ആയിരിക്കും. 50യോട് 50 ആഡ് ചെയ്യുമ്പോൾ മിത്ര ഉണ്ടാക്കിയത് കിട്ടുമല്ലോ. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. മാർക്ക് എ സ്ക്വയർ ഓഫ് 4 സെൽസ് ഓൺ ദ കലണ്ടർ ഓഫ് എ മന്ത്. ആഡ് ഓൾ ദീസ് നമ്പേഴ്സ് ആൻഡ് ഡിവൈഡ് ദ സം ബൈ 4. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദിസ് നമ്പർ ആൻഡ് ദ ഫസ്റ്റ് നമ്പർ ഇൻ ദ സ്ക്വയർ. അപ്പോൾ ഒരു കലണ്ടറിലെ അടുത്തടുത്തിട്ടുള്ള 4 സെൽസ് നിങ്ങൾ എടുക്കുക. എന്നിട്ട് അതിലെ ടോട്ടൽ കാണുക. ആ ഒരു 4 നമ്പറിൻ്റെയും കൂടി ടോട്ടൽ കണ്ടിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന ആൻസറും ഫസ്റ്റ് നമ്പറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നും കൂടെ നോക്കാം. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു കലണ്ടർ എടുത്തിട്ടുണ്ട്. അതിൽ 1, 2, 8, 9 എന്ന നമ്പറും 5, 6, 12, 13 എന്ന നമ്പറുമാണ് ഒരു സ്ക്വയർ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കതൊന്ന് ആഡ് ചെയ്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എടുത്ത നമ്പേഴ്സ് ഏതൊക്കെയാ? 1, 2, 8, 9. അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 20 കിട്ടുന്നു. 20യോട് 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടുന്നു അല്ലേ. 5 × 4 ആണ് 20. ഇനി സെക്കൻഡ് എടുത്തത് 5, 6, 12, 13 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 36 കിട്ടുന്നു. 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ ആൻസർ? 9 ആണ്. അപ്പോൾ ഫസ്റ്റത്തേതിൽ 5 ആദ്യത്തെ നമ്പറാണ്, ഫസ്റ്റ് നമ്പറാണ്. ആൻസർ 5ഉം. അപ്പോൾ 1നോട് 4 ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടുന്നുണ്ട് അല്ലേ. സെക്കൻഡത്തേതിൽ ഫസ്റ്റ് നമ്പർ 5 ആണ്, ആൻസർ 9 ആണ്. അപ്പോഴും 4 ആഡ് ചെയ്യുമ്പോഴുള്ള ആൻസറാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. വെൻ ദ സം ഓഫ് 4 consecutive സ്ക്വയർ നമ്പേഴ്സ് ഓഫ് എ കലണ്ടർ മന്ത് ഈസ് ഡിവൈഡഡ് ബൈ 4,
ദ ആൻസർ ഈസ് 4 ആഡഡ് ടു ദ ഫസ്റ്റ് നമ്പർ. അപ്പോൾ ഇതുപോലെയുള്ള നമ്പേഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ടോട്ടൽ കണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് നമ്പറിനോട് 4 ആഡ് ചെയ്തതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.